വന്നോ? ഇന്ന് എവിടെയായിരുന്നടി ഈ പാട്ടൊക്കെ നീ കഴിക്കടോ. പെണ്ണെ മുമ്പൊന്ന് മാറടി. പോയി കിടന്നുറങ്ങാളെ. തള്ളേനെ കാലിനും വേണ്ടേ. ഗോപിയെ ഇതൊന്ന് ശരിയാക്കിയേ. ആ പെണ്ണ് ഇത് കടത്തി പണ്ടാരടക്കെ മനസ്സമാധാനത്തോട് കണ്ടുപിടിക്കാൻ ഈ തള്ള സമ്മതിക്കൂല. എന്താണേ എപ്പ ടി വി വെച്ചാൽ ഈ കുരുപ്പ് വന്ന് നിർത്തും. അശ്രീകരം 24 മണിക്കൂറും തള്ള ടിവിയുടെ മുമ്പ് തന്നെ. ഇതെല്ലാം കൂടി ഞാൻ ചവിട്ടി കൂട്ടും. പറഞ്ഞല്ലാതെ വേണ്ട. ഇവളെ ഇങ്ങനെ പാട്ടും കൂത്തുമായിട്ട് വിട്ടാ മതിയോ? കെട്ടിച്ചു വിടണ്ടേ ഗോപിയേട്ടാ? ആദ്യം നീ നശൂലത്തിന്റെ തെരഞ്ഞ ആരിങ്ങോട്ട് വരാനാ? ആ ലൈൻമാൻ ദിവാകനെ എത്ര തവണ ഇവിടെ അന്വേഷിച്ചു വന്നതാ. അപ്പൊ ഇവൾക്ക് അവൻ സൗന്ദര്യം പോരാന്ന്. നിനക്ക് എത്ര വയസ്സായടി? അറിഞ്ഞിട്ടിപ്പ എന്തിനാ? നിന്റെ അമ്മയുടെ 16-ന്. കുമാര, എത്രയും പെട്ടെന്ന് ഇവൾക്ക് വേണ്ടി നീ ഒരു ചെറുക്കനെ കണ്ടുപിടിക്കണം. ഇനിയിപ്പൊ വല്ല ചട്ടനോ പൊട്ടനോ ആയാലും ഒരു കുഴപ്പമില്ല. പക്ഷെ അക്കാര്യത്തിൽ 10 പൈസ ഞാൻ ചെലവാക്കൂല. അത്ര ബുദ്ധിമുട്ടി ഇവിടെ ആരും എനിക്ക് ചെറുക്കനെ ഉണ്ടാക്കണ്ട. സ്വന്തം കൂടെ വയസ്സറിയില്ല. പിന്നെ ആ ചെക്കൻ എന്താടി നിന്ന് പെറുപിറുക്കുന്നത്? തിങ്കളാഴ്ച ഇവിടെ കുറച്ചു പേര് വരും പെണ്ണേ. നീ കണ്ടവിടെ സർക്കിട്ട് അടിക്കാതെ ഇവിടെ തന്നെ ഉണ്ടാവണം. മാറ്റി കാട്ടത്. ഈ പെണ്ണ് ഗോപിയെ ഇവളെ പിന്നെയും കടത്തി. ഗോപി നീ പിന്നെയും കെട്ടിയാ? നിക്ക് നിക്ക് നിക്ക്. ഇത് ഇവന്റെ എത്രാമത്തെ കല്യാണാവോ? എന്നാ പിന്നെ പോയിട്ട് വരാം. ഓ ആയിക്കോട്ടെ. എന്താ മകന്റെ പേര്? സമേന്ദൻ. ഏ സമേന്ദൻ. ആ നീ പോയിട്ട് ഒരു ചായ തളപ്പിക്ക്. മോളെ സാവിത്രി, അവളുടെ തള്ളയെ നിങ്ങൾ കെട്ടിക്കൊണ്ടു വന്നപ്പോഴേ എനിക്കൊരു ശല്യായിരുന്നു. ഇപ്പോഴെഴുതാ വെളും. ഓ ഞാൻ വന്നത് സാവിത്രിക്ക് ഇഷ്ടായില്ലെന്നാ തോന്നണേ. അതൊന്നും നീ നോക്കണ്ട, അവളോട് പോവാൻ പറ. അതിന്റെ മോളല്ലേ, നശൂലത്തിന് ആരുടെങ്കിലും കൂടെ പറഞ്ഞാ പിന്നെ ശല്യം ഉണ്ടാവില്ലല്ലോ.
വിനുവേട്ടാ. ആക്ഷൻ. വിനുവേട്ടാ, എനിക്ക് വിനുവേട്ടനും ഞാനും മാത്രം മതി. എല്ലാം ഞാൻ ഉപേക്ഷിക്കും. നമുക്ക് ഈ നശിച്ച നാട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഒളിച്ചോടാം. വിനുവേട്ടാ. എന്ത് കരുതി? ഞമ്മളൊന്നും അറിയില്ലെന്നോ? നിങ്ങളെല്ലാരും കൂടെ എന്നെ ചതിക്കായിരുന്നു. ഇന്നേ വരെ ഇസ്ലാമിന് നിരക്കാത്തൊന്നും ഈ മൂസാ ഹാജി ചെയ്തിട്ടില്ല. പള്ളിയും നാട്ടുകാരും ഒക്കെ ഒരു സ്ഥാനം തന്നിട്ടുണ്ട്. എന്താ അത്? ഇസ്ലാമിന്റെ നീതിക്ക് വഴങ്ങി ജീവിക്കണോണ്ട് ഇജ്ജായിട്ട് അത് ഇല്ലാണ്ടാക്കി. ഞാൻ നിർബന്ധിച്ചിട്ടാ ഉമ്മ. മിണ്ടരുത്, മിണ്ടരുത്. നിന്റെ പൊരെ കഴിയണമെങ്കിൽ നിന്റെ ആഗ്രഹങ്ങൾക്കും വിശ്വാസങ്ങൾക്കും ഒത്ത് എന്നെ അനുസരിച്ച് കഴിയണേ മാത്രം കഴിഞ്ഞാ മതി. അല്ലെങ്കിൽ എല്ലാവർക്കും പോവാം. അത് ഉമ്മയായാലും മക്കളായാലും. ഉസ്മാനെ, വണ്ടി എടുക്കടാ. സിനിമ എന്റെ ജീവിതം നബിസു. അതില്ലാണ്ട് എനിക്ക് എന്നെ എപ്പോഴും കളിയാക്കാറല്ലേ? ചേച്ചി ഒരു ഓട്ടോഗ്രാഫ് തരുമോ? പിന്നെ കിട്ടിയില്ലെങ്കിലോ? ഓട്ടോഗ്രാഫോ? ഇവനെ ആയിരിക്കും ആദ്യം കിട്ടുന്നത്. എന്റെ ആദ്യത്തെ ഓട്ടോഗ്രാഫ് നിനക്കിരിക്കട്ടെ. താങ്ക്സ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യ്, ഞാൻ വരാം. ചേച്ചി ഒപ്പിടാനൊക്കെ പഠിച്ചു. ടീച്ചറെ, എനിക്ക് സന്തോഷായി മോളെ. നിന്റെ സങ്കടങ്ങളൊക്കെ ഇതോടെ തീരുമല്ലോ. ടീച്ചർ എൻ്റെ കൂടെ ചെന്നൈക്ക് വാ, നമുക്ക് ക്ലാസ് ഒക്കെ അവിടെ തുടങ്ങാം. അല്ല, നീ അവിടെ സ്ഥിരാക്കാൻ തീരുമാനിച്ചോ? ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ. മോളെ നമുക്ക് അവിടെ സ്കൂളിലും ചേർക്കാം. വരട്ടെ, നമുക്ക് ആലോചിക്കാം. കുറെ സിനിമയൊക്കെ ചെയ്ത് കൈനിറയെ കാശൊക്കെ കിട്ടി നമുക്കവിടെ സുഖമായിട്ട് ജീവിച്ചൂടെ? നീ വല്ലാണ്ട് മാറി. ഒരുപാട് മോഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ആയി. ടീച്ചർ കുറ്റം പറയല്ല മോളെ, പക്ഷേ നമ്മൾ നമ്മളായിട്ട് ജീവിച്ചാ പോരെ. പണവും പ്രശസ്തിയും ഒക്കെ വരും, നമ്മൾ അതിന്റെ പുറകെ പോണ്ട. നീ നല്ല കുട്ടിയാ. എന്നാലും നമ്മൾ സൂക്ഷിച്ചും കണ്ടും ജീവിച്ച പിന്നീട് ദുഃഖിക്കേണ്ടി വരില്ലല്ലോ. ആരുമില്ല ഇവിടെ. എന്തു വേണം? അച്ഛൻ മോളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വന്നതാ.
കുറച്ചു കാലം കൂടെ കള്ളുമോന്നുള്ള കാശിതിലുണ്ട്. ഒന്ന് നിന്നേ. എന്റെ അമ്മയൊരു പാവമായിരുന്നു, അതുപോലല്ല ഞാൻ. ഇപ്പൊ ഈ കാശ് വന്നതേ നിങ്ങൾ കുടിച്ചിട്ടെങ്കിലും ഒന്ന് ചത്ത് കാണാൻ വേണ്ടിയാ. സാവിത്രി, ടീച്ചർക്ക് അറിയില്ല, ഓരോ പ്രാവശ്യം ഓരോ പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് എന്റെ അമ്മയുടെ മരണം ഇയാൾ ആഘോഷിക്കുമായിരുന്നു. ഗോപി വെക്കോ. ഇക്ക, ഇക്ക, നിങ്ങളെ വാപ്പ വിളിക്കണ്ട്. കഴിക്കണില്ലേ? എന്നോടുള്ള ദേഷ്യം ഭക്ഷണത്തോട് കാട്ടണ്ട. വല്ലതും കഴിച്ചു കിടന്നോ. ഇത് കണ്ട നജീബേ, ഇത് മുഴുവൻ മൂപ്പര് കഴിക്കണം മരുന്നാളാ. മൂപ്പര് രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നത് മുഴുവൻ നമ്മുടെ ഈ കുടുംബത്തിന് വേണ്ടിട്ട് മാത്ര. എന്നെ ഈ കുടുംബത്തിലേക്ക് കെട്ടിക്കൊണ്ടു വന്നിട്ട് എന്നെ വരെ ഒരു കുറവ് എനിക്ക് വരുത്തിയിട്ടില്ല. മൂന്നാക്കുള്ള ചോറുണ്ടെന്ന് അറിഞ്ഞിട്ടേ മൂപ്പരൊരു വറ്റ് കഴിക്കൂ. ആ നെഞ്ച് നീറണത് ഈ കണ്ടില്ലെന്ന് വെക്കല്ലേ മോനെ. പഠിച്ചു മുറുക്കൂല. ഈ ആ സിനിമാന്റെ പൊതി മറന്നാളം മോനെ. അതൊന്നും നമുക്ക് പറ്റിയതല്ല. മതി. ബേജാറാവാണ്ടിരിക്കുന്നു, ഒക്കെ ശരിയാവും. എന്റെ ഉപ്പാക്കും സിനിമ ഹറാമ? ഒന്നുമില്ല. നിങ്ങൾ വെറുതെ വേണ്ടാത്തൊന്നും ആലോചിച്ച് കൂട്ടണ്ടാന്ന്. നിങ്ങൾ ഇപ്പൊ എന്താ ആലോചിച്ചെന്ന് ഞാൻ പറയട്ടെ. നമ്മുടെ നിക്കാഹിന്റെ കാര്യല്ലേ? അതല്ലേ? എന്റെ ഈ പൊട്ടത്തരങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോ മനസ്സിന് വല്ലാത്തൊരു സമാധാനം. മദ്രസ കെട്ടിടത്തിന്റെ പിരിവിനിറങ്ങണമെന്ന് പറഞ്ഞപ്പോ ഞമ്മളൊരു കാര്യം തീർത്തു പറഞ്ഞേ. എല്ലാരും ഒന്നിച്ചു നിൽക്കുകയാണെങ്കിൽ ഞമ്മള് കൂടെ ഉണ്ടാവുമെന്ന്. അതൊക്കെ എല്ലാവരും എന്താ ഹംസേ? നജീബിനെ കാണാൻ വന്ന. ഓ, ഇപ്പൊ എല്ലാവർക്കും പിരിവെന്ന് പറഞ്ഞാ ഭയങ്കര മടിയാ, ഇറങ്ങൂല. അത് ശരിയാ. അപ്പൊ എങ്ങനെയാ ആചാര്യ നാളത്തെ കാര്യം? നമുക്ക് രാവിലെ ഒരു 10 മണിക്ക് ഇറങ്ങാം.
പുതുവസന്തം പ്രദർശനത്തിന് തയ്യാർ. ദേവകി ഫിലിംസിന്റെ ബാനർ ജോൺസൺ തത്തമണിൽ നിർമ്മിച്ച് മോഹൻ ഏഴാറ്റുകൈ തിരക്കഥാ സംവിധാനം നിർവഹിക്കുന്ന പുതുവസന്തം പ്രദർശനത്തിന് തയ്യാർ. പുതുമങ്ങളായ അഭിഷേക് കുമാറും നിഷയും പ്രധാന വേഷത്തിൽ. ക്യാമറ ജോസ് DFT, PRO പുഷ്പൻ വേങ്ങര. രാഘവന്റെ പീഡിയയിലേക്ക് മദ്രാസിൽ നിന്ന് വിളി വന്നീന്. ഈ വെള്ളിയാഴ്ച എന്റെ പടം പുറത്തിറങ്ങൂന്ന്. വാരികയിൽ വാർത്ത ഉണ്ടെന്ന് പറഞ്ഞപ്പോ കയ്യോട് അത് മേടിച്ചോണ്ട് പോന്ന്. കൂടെ ഹിമാറിനെയും കിട്ടി. പക്ഷെ അതിൽ എന്റെ പേര് കണ്ടില്ല നജീബെ. സിനിമാന്റെ പേര് എനിക്ക് പറഞ്ഞു തന്നെയാ. ആ എന്റെ പേര് ഒരു സിനിമാക്ക് വേണ്ടി മാറ്റിക്കണ്. ആ എന്താ നജീബിന്റെ പേരിട്ട സിനിമയിലെടുക്കൂല? അതല്ലിക്ക, ഒരു സിനിമാ നടന്റെ പേരാവുമ്പോ കുമാറെന്നോ ഖാനെന്നോ കപൂറെന്നോ കുറഞ്ഞതൊരു ബച്ചനെങ്കിലും വേണം. അതാണ് അതിന്റെ ഒരു ഇത്. എന്നാ പിന്നെ നജീബ് ഖാൻ മതിയായിരുന്നു. അതാവുമ്പോ ഉമ്മടെ കൂട്ടത്തിൽ തന്നെ നിന്നീന്നു. അതെ. ഇപ്പൊ എന്താക്കീന്ന്? അഭിഷേക് കുമാർ. അഭിഷേക് കുമാർ അല്ലടാ, അഭിഷേക് കുമാർ. നജീബേ, ഈ തുണിയാടിയിട്ട അതെന്നല്ല, ഈ ദുനിയാവിലെ മൊയ്മൻ തുണി അലക്കിട്ടാലും ഈ പറയണ ഒരു കാര്യവും ഞമ്മള് കേൾക്കൂല. കാര്യങ്ങളൊക്കെ ഒരു വിധത്തിൽ ശരിയാക്കി വരികയാണ്. അപ്പളോ ഓന്റെ അടുത്ത പൂതി. ഉമ്മാന്റെ അടുത്ത് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ അത്? ഉമ്മ ഒരു ബിരിയാണി ഉണ്ടാക്കി, അന്ന് രുചിച്ചു പോലും നോക്കാണ്ട് ഒരാൾ കുറ്റം പറഞ്ഞാ ഉമ്മാക്ക് സഹിക്കൂ? അതുപോലെ ഞാൻ ഇഷ്ടപ്പെട്ടൊരു പണി ചെയ്തിട്ട് അതൊന്ന് കാണാൻ ആഗ്രഹം ഉണ്ടാവില്ല ഉമ്മ? ഈ ചെക്കന്റെ ഒരു അഹമ്മതി. അനക്ക് കിട്ടിയതൊന്നും പോരെ നജീബേ? ഉമ്മ പറഞ്ഞ ഉപ്പ കേക്കും. ഒരൊറ്റ തവണ ഞാൻ ആ സിനിമ കാണട്ടുമ്മ. അത് കഴിഞ്ഞാ ഞാൻ ഉപ്പാന്റെ കൂടെ കച്ചവടത്തിൽ ശ്രദ്ധിച്ചോളാം. പിന്നെ ഞാൻ ഏടുക്കും പോവില്ല. ഇക്കാന്റെ ഒരു ആഗ്രഹമല്ലോ അമ്മ. ഈ അവിടെ ഒരിടത്ത് മിണ്ടാണ്ടിരുന്ന പെണ്ണെ. പാല് നമ്മുടെ നജീബിനൊരാഗ്രഹം. ഓൻ അഭിനയിച്ച സിനിമ ഇറങ്ങിയിട്ടുണ്ട് അത്രേ. ഇവിടൊന്നുമല്ല, ടൗണില്. ഒന്ന് കണ്ടു വന്നാ പിന്നെ നിങ്ങളുടെ കൂടെ കച്ചവടത്തിൽ എന്നെ ശ്രദ്ധിച്ചോളാന്ന് ഓൻ പറയണേ. ഞാൻ പറഞ്ഞ് ബാപ്പാക്ക് അതൊന്നും ഇഷ്ടാവൂലെന്ന്. ഇങ്ങളെ സമ്മതിക്കാണ്ട് ഓനിനി ഒരിടത്തും പോവൂല. കുട്ടികളെ ശാസ്ത്രം എന്നെ വളർത്തണം. ഞാൻ പറയാം ഓനോട് പോണ്ടാന്ന്. ഫാത്തിമ, ഞാനൊരു മുരടനൊന്നുമല്ല. എന്റെ കുറെ രീതിയും വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. ഞാനായിട്ട് അതൊന്നും ആരുടെയും മേലെ അടിച്ചേൽപ്പിക്കണില്ല. ചെയ്യണത് ശരിയോ തെറ്റോ എന്നൊക്കെ അറിയേയില്ല. ഓന്റെ ആഗ്രഹത്തിന് ഞാൻ തടസ്സം നിന്നൊന്നും വേണ്ട. ഓനോട് സമയവും സ്ഥലവും ചോദിച്ചറിയാൻ പറ. നമുക്ക് ഒരുമിച്ച് പോയി കാണാം. പിന്നെ അധികാരം അറിയണ്ട. ഞാൻ എൻ്റെ കുട്ടിയുടെ ആഗ്രഹത്തിന് നിൽക്കണത് പടച്ചോൻ പുറത്തോളും. പക്ഷേ പള്ളിക്കാര് പുറത്തൊന്നും വരില്ല. ആ എന്നാ അഞ്ച് ടിക്കറ്റ്. നജീബേ,
ഞങ്ങൾ ഒഴിഞ്ഞൊരു ഭാഗത്തിരുത്തണം. ശരി. അതിന്റെ ഉമ്മയും പെങ്ങളൊക്കെ കൂടെ ഉള്ള. ഇക്ക ഐസ്ക്രീം.